ആലുവ നഗരത്തിൽ ഹെൽമറ്റ് വിൽപ്പന നടത്തുന്ന കച്ചവടക്കാർ തമ്മിൽ ഏറ്റുമുട്ടി. തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം. ഹെൽമറ്റും ഇരുചക്ര വാഹന സ്പെയർ പാർട്സും വിൽപ്പന നടത്തുന്ന തൊട്ടടുത്തുള്ള കടക്കാർ തമ്മിൽ സ്ഥാപനത്തിലേക്ക് ആളുകളെ വിളിച്ചു കയറ്റുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിനിടയാക്കിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ആലുവ സ്വദേശി റഷീദും മകനും ഉൾപ്പെടെ 8 പേർക്കെതിരെ ആലുവ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം ആലുവയിൽ നെടുമന്നൂർ സ്വദേശിക്കുണ്ടായ മർദ്ദനം. ഒരു കടയുടെ അകത്ത് 8ഓളം പ്രതികൾ ഇരിച്ചു കയറി മാരകായുധങ്ങളുമായി കൊല്ലാൻ എന്ന ഉദ്ദേശത്തിൽ തന്നെ ആക്രമിക്കുകയുണ്ടായി. വളരെ ഗൗരവമായ ഒരു സംഭവമാണ്. കാരണം ഇത്തരം സംഭവങ്ങൾ നാട്ടിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അടിച്ചമർത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. പോലീസ് 8ഓളം പേർക്കത് കേസെടുത്തെന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെയായിട്ടും അതിൻ്റെ നടപടിയിലേക്ക് പോയിട്ടില്ല. അടിയന്തരമായി പ്രതികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറും കൂടിയായ എനിക്ക് ആവശ്യപ്പെടാറുള്ളത്. മേലിൽ ഇത്തരം ഗൗരവമായ, കാരണം ഒരാളെ അടിച്ചു കൊല്ലാനുള്ള ഒരു പുറപ്പാടിൽ 8ഓളം വരുന്ന പ്രതികൾ കടയുടെ അകത്ത് മാരകായുധങ്ങളുമായി കയറി വളരെയേറെ ഗൗരവമായ തരത്തിൽ പ്രവർത്തിച്ച സംഭവം ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. തീർച്ചയായും ഇത്തരം നടപടികളുമായി മുന്നോട്ട് വരുന്ന പ്രതികളെ നിയമത്തിന് മുമ്പിൽ എത്രയും പെട്ടെന്ന് പോലീസ് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയാണ്. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.